പ്രണയസാഗരം അധ്യായം 28. എൻ്റെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞില്ലല്ലോ. എന്താണ് പെണ്ണെ ഞാൻ പറയേണ്ടത്? ശരിക്കും നീ ആരാണ്? അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം? ചിലപ്പോഴൊക്കെ നിനക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധമാണ്, മറ്റു ചിലപ്പോൾ പാലപ്പൂവിൻ്റെയും. നീ എൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും മറന്നു പോകുന്നത് പോലെയാണ്. ശരിക്കും നീ ആരാണ്? എനിക്കും തോന്നിയിട്ടുണ്ട് നൂറ. ചിലപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കാവുന്ന രാത്രികളിൽ എൻ്റെ കൂടെ നീയുണ്ടെന്ന്, നിന്റെ ഗന്ധമുള്ളതുപോലെ, എന്നെ ചുറ്റിപ്പിടിച്ച് നീ അങ്ങനെ നിൽക്കുന്നത് പോലെ. എന്നും ഞാൻ നിന്റെ അധരങ്ങളിൽ ചുംബിച്ച് വിവശനാവുന്നത് പോലെ, പനിച്ചു വിറച്ചു നിൽക്കുന്ന എന്നെ താൻ ഇടയ്ക്ക് പുതപ്പിച്ച് നിർത്തുന്നത് പോലെ. ഗാന്ധി സ്മൃതിയിലെ അണയാത്ത വിളക്കിലേക്ക് നോക്കിയവർ ഇരുന്നു. നൂറയുടെ ഫോൺ ശബ്ദിച്ചു. രണ്ടുപേരും ഒരുമിച്ച് അതിലേക്ക് നോക്കി. ആ വക്കീലാണ്. എന്താണ്? എന്താ വക്കീലെ? നമ്മുടെ കേസിന്റെ കാര്യം എന്തായി? ഞാനത് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. പറയാം. എന്തായാലും നീ നോക്കിയിട്ട് പറയൂ. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്യാം. വക്കീല് ഫോൺ വെച്ചപ്പോൾ നൂറ മെഹ്റുവിനെ നോക്കി. മെഹ്റു, ഇനിയെല്ലാം നിന്റെ തീരുമാനങ്ങൾ പോലെയാണ്. നമ്മുടെ മകൾ നമ്മളോടൊപ്പം അല്ലേ വരേണ്ടത്? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരച്ഛൻ എന്ന നിലയിൽ ഞാനും അത് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? നമുക്ക് നമ്മുടെ മോളെ വേണ്ടേ നൂറ? വേണം മെഹ്റു. പക്ഷേ സുറുമി താത്തയുടെ അവസ്ഥയും നമുക്ക് അറിയുന്നതല്ലേ. നമ്മുടെ മോളെ അവർ പൊന്നുപോലെ നോക്കുന്നുണ്ടാവും. നിനക്കവർ താലോലിക്കാനെങ്കിലും തന്നിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഇല്ലായിരുന്നു. ഇപ്പോൾ നിനക്ക് കാണാൻ കഴിയാത്തതുപോലെ നിന്റെ കൺവെട്ടത്തു നിന്നും അവർ മാറ്റിയില്ലേ? അവർ കൊടുക്കുന്ന ഈ സ്നേഹമുണ്ടല്ലോ, അതിനൊരു ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ മെഹ്റു. ഞാനത് അനുഭവിച്ചവളാണ്. അല്പം പ്രായമാവുമ്പോൾ തനിക്ക് വേറെ ഉപ്പയും ഉമ്മയും ഉണ്ടെന്നറിയുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും തിരഞ്ഞു തപ്പിപ്പിടിച്ച് അവൾ തിരിച്ചു വരും. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ച പാൻഡിക്കും എന്ന് പറഞ്ഞ പോലെയാണ് എന്നെ എൻ്റെ ബാപ്പയമ്മയും നോക്കിയത്. എങ്കിലും അവരല്ല എൻ്റെ മാതാപിതാക്കൾ എന്നറിഞ്ഞപ്പോൾ എനിക്ക് അവരെ ഒന്ന് കാണാൻ കൊതി തോന്നിയിരുന്നു. ഒരു തവണയെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്നു. എത്ര മറച്ചു വെച്ചാലും സത്യങ്ങൾ ഒരു നാൾ അതിൻ്റെ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. നീ പറഞ്ഞത് ശരിയാണ് നൂറ. നീ ഷൈനത്തെയും സലീനമ്മയും വിളിച്ചിരുന്നു? കുറച്ച് ദിവസമായി ഞാൻ അവരെ വിളിച്ചിട്ട്. എന്തോ വിളിക്കാൻ തോന്നിയില്ല. പാവത്ത നൂറ, ഒത്തിരി നാളുകൾ നിനക്ക് വേണ്ടി കാത്തിരുന്നല്ലേ. നിനക്കൊന്ന് അവരെ വിളിച്ചൂടെ? മെഹ്റു നമ്പർ അമർത്തി പ്രതികരണത്തിനായി കാത്തുനിന്നു. അല്പസമയത്തിനുള്ളിൽ അപ്പുറത്തു നിന്നും ഫോൺ എടുത്തു. അത്താ, എന്താ മോനെ? എന്താ നിങ്ങൾ ഇവളോട് വിളിയും സംസാരമൊന്നും ഇല്ലാത്തത്? അപ്പുറത്തു നിന്നും മറുപടിയൊന്നും കേട്ടില്ല. നൂറ ഫോൺ വാങ്ങി. ഒരുപാട് സങ്കടങ്ങൾ തന്നു അല്ലേ അത്താ? എന്നെക്കൊണ്ട് ഒരു സമാധാനം ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? എന്താ ചെയ്യാം, ഇങ്ങനെ ഒരു പാഴ്ജന്മമായിപ്പോയി. എനിക്ക് നിങ്ങൾ പുറത്തു തരണം. എന്തൊക്കെയാ പറയുന്ന മോളെ? നിന്നോട് ഞങ്ങളല്ലേ തെറ്റുകളൊക്കെ ചെയ്തത്? നിന്റെ അഭിപ്രായം ഒന്നും അറിയാതെയല്ലേ നിന്റെ കുഞ്ഞിനെ വേറൊരാൾക്ക് കൊടുത്തത്? കുഞ്ഞിനെ കിട്ടേണ്ട അമ്മയുടെ സ്നേഹമല്ലേ ഞാൻ ഇല്ലാതാക്കിയത്? ഇതിലും വലുത് എന്ത് കിട്ടാനാണ് ഈ മഹാഭാവിക്ക്? അത്ത എന്തൊക്കെയാ പറയുന്നത്? ആരോരുമില്ലാത്തൊരു പാവമ്പെണ്ണിനെ എടുത്തു വളർത്തിയതാണോ അത്ത ചെയ്ത തെറ്റ്? അതോ അവൾക്കുടുപ്പും അവൾക്കിഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുത്തതോ? മോളെ, അങ്ങനെയൊന്നും പറയല്ലേ നീ. അതൊരു കുത്തിനോവിക്കൽ മാത്രമാവും. ആരും ഇല്ലാത്തവളല്ല എൻ്റെ കുട്ടി. നെഞ്ചിൽ കിടന്നാണ് എൻ്റെ കുട്ടി വളർന്നത്. എൻ്റെ ചൂടാണ് എൻ്റെ കുട്ടിക്ക്. പറ്റിപ്പോയതെല്ലാം കുട്ടിക്ക് പടച്ചോൻ കരുതി വെച്ചത് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന് ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടിയെ കൈവിട്ടു പോവാതിരിക്കാൻ വേണ്ടി മാത്രം അയാളെ ഏൽപ്പിച്ചതാണ് ഞങ്ങൾ. സാരല്ല, നിങ്ങളൊക്കെ എടുത്ത തീരുമാനങ്ങൾ തന്നെയായിരുന്നു നല്ലത്.
ഞാനതിനൊരിക്കലും അത്തയെ കുറ്റം പറയില്ല. അവരെന്താ മോളെ ഇപ്പോൾ പറയുന്നത്? അവരെ തപ്പി ഞങ്ങൾ ഡൽഹിയിൽ വന്നതാണ്. ഇവിടെ കുഞ്ഞിൻ്റെ പേര് മാറ്റി, ആള് മാറ്റി, വേറെ കോലത്തിൽ, വേറെ നാട്ടിൽ, വേറെ ആളുകളൊക്കെ ആയിട്ട് അവർ ജീവിക്കുക. പക്ഷേ ഞങ്ങൾ വരുന്നതിന് മുന്നേ ഇവിടെ നിന്നും അവർ പോയിരുന്നു. ശരിക്കും ഒരു നാടോടി സ്വഭാവമുള്ള പോലെ. ഒത്തിരി നാളുകൾ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന് അവസാനം ഇതിങ്ങനെ കിട്ടിയപ്പോൾ നഷ്ടമാവുമോ എന്ന പേടി കൊണ്ട് ചെയ്യുന്നതാണ് മോളെ നൂറ. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് സഹിക്കാനാവില്ലല്ലോ. അതറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ സബൂറാക്കി കാത്തിരിക്കുന്നത്. എന്നാ നിങ്ങൾ നാട്ടിലേക്ക്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ഒന്ന് തീരുമാനിച്ച് ഇവിടേക്ക് ഒന്ന് കറങ്ങാനൊക്കെയാണ് തീരുമാനം. ഓക്കെ മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ഷെയ്നത്ത ഫോൺ കട്ട് ചെയ്ത് പോയി. നമുക്കൊരു യാത്ര പോകണം. എങ്ങോട്ടാണ് നൂറ യാത്ര പോവേണ്ടത്? വാരണാസിയിലേക്ക്. വാരണാസിയോ? അവിടെ എന്താ? ജീവിതം ഒന്നുമല്ല എന്ന് കാണിക്കുന്ന എന്തൊക്കെയോ അവിടെ കാണാനുണ്ട് മെഹറു. ഇന്ന് കുംഭമേള നടക്കുകയാണ്. ആ തിരക്കുകളിൽ നിന്റെ കൈയും കോർത്ത് എനിക്കങ്ങനെ നടക്കണം. അവിടെ കണ്ട അറപ്പും വെറുപ്പും ഒക്കെ തോന്നുന്ന അഘോരികളല്ലേ ഉള്ളത്? അതേ മെഹറു, ഹിന്ദു ആചാരമാണെങ്കിലും അവിടെ ഒത്തിരി പഠിക്കാനുണ്ട്. നമുക്ക് പോയി കളയാമടോ. താൻ പറഞ്ഞാൽ പിന്നെ വേറെന്താ. വൈകുന്നേരം 6 മണിക്ക് മുൻപായി വാരണാസിയിലെത്താനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. കുംഭമേള നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ചാന്തുപൊട്ടും സിന്ദൂരവും വിൽക്കുന്ന കടകൾക്ക് മുന്നിലൂടെ അവൻ്റെ കൈയും പിടിച്ചവൾ അങ്ങനെ നടന്നു. എനിക്ക് വളയിടണം മെഹ്റു. പലതരത്തിലുള്ള കുപ്പിവളകൾ വിൽക്കുന്ന കടകൾക്ക് മുന്നിൽ അവർ നിന്നു. പച്ചയും കറുപ്പും ചുവപ്പും കലർന്ന വളകൾ. അവളുടെ കൈകളിൽ അതൊക്കെ വാങ്ങിയിട്ടു. അർദ്ധനഗ്നരായ അഘോരികൾ ഒരു പ്രത്യേക താളത്തിൽ തുള്ളിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തിലെത്തിയ പോലെ കൂട്ടിയിട്ട മനുഷ്യകബന്ധങ്ങൾക്കിടയിലൂടെ അവർ മടിയൊന്നും ഇല്ലാതെ നടന്നു നീങ്ങി. മനുഷ്യന്റെ മാംസം കത്തിമണക്കുന്ന ചാരനിറമുള്ള ഭസ്മങ്ങൾ കൊണ്ട് അവർ ചമയങ്ങൾ തീർക്കുന്നു. നൂറയുടെ കൈയും പിടിച്ച് മെഹ്റു നടക്കുമ്പോൾ മെഹ്റു അവളോട് ചോദിച്ചു, എന്തൊരു ജീവിതമാണിത്? എന്തിനാണ് ഇവർ അപരിഷ്കൃതമായി വേഷങ്ങൾ ധരിച്ചിരിക്കുന്നത്? ശിവഭക്തരായ അഘോരികളാണവർ. ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചു തരികയാണ് അവർ. മനുഷ്യ തലയോട്ടികൾ കൊണ്ട് തീർത്ത മാലകൾ കഴുത്തിലൂടെ അണിഞ്ഞ് അവർ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഇടയിലേക്ക് നമ്മൾ എന്തിനാണ് നൂറ വന്നത്? പിതാമഹന്മാരുടെ ആത്മശാന്തി കിട്ടാനുള്ള പ്രാർത്ഥന ഇന്നിവിടെ നാം പ്രാർത്ഥിക്കുന്നത്. എന്തും ചോദിച്ചാൽ കിട്ടുമെന്നതാണ് വിശ്വാസം. ഞാനും എൻ്റെ മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മെഹ്റു കൗതുകത്തോടെ അവളെ നോക്കി. ശിവവേഷം കെട്ടിയവരും ഭക്തന്മാരും അഘോരികളും നിറഞ്ഞ വാരണാസിയിലെ തിരക്കുകളിലൂടെ മെഹ്റുവിൻ്റെ കയ്യും പിടിച്ച് നൂറ അങ്ങനെ നടന്നു നീങ്ങുന്നു. പലപ്പോഴും നഗ്നരായ അഘോരികളെ അവൻ കൗതുകത്തോടെ നോക്കി. അവിടെ ആർക്കും അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. നൂറ പറഞ്ഞതുപോലെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ. അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വാരണാസിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അവളുടെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. എൻ്റെ ജീവിതത്തിൽ എവിടെയും ഞാൻ ഇതുവരെ ഇത്രയും വൃത്തിഹീനമായ ഒരു പരിസരം കണ്ടില്ലായിരുന്നു. പക്ഷെ അവിടെ ഒഴുകിയെത്തുന്ന ജനകോടികളുടെ വർധനവ് ഞാൻ കണ്ടു. നദികളിലൂടെ ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങൾ കണ്ടു. മൃതദേഹങ്ങൾക്ക് കാവൽക്കാരായി കൂട്ടിരിക്കുന്ന അഘോരികളെ കണ്ടു. ഇനി പോകാം നമുക്ക്. കാഴ്ചകളൊക്കെ കണ്ട് തുറച്ചു നോക്കിയിരുന്ന മെഹ്റുവിന്റെ മുഖത്തേക്ക് നോക്കി നൂറ ചോദിച്ചു. പോകാമെന്നോ പോകണ്ട എന്നോ അവൻ പറഞ്ഞില്ല. ഒരു യന്ത്രത്തെ പോലെ അവളുടെ പിന്നാലെ നടന്നു നീങ്ങി. അവിടെ ആകെ പരിചയമുള്ളവരെ പോലെ അവൾ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയോ തീരുമാനിച്ചുറച്ചതുപോലെയായിരുന്നു നൂറ. ഫോണിൽ നമ്പർ അമർത്തി ചെവിയോടടുപ്പിച്ചു. എടാ നൂറയാണ്, നമുക്കൊന്ന് കേസ് ഫയൽ ചെയ്യണം. നീ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. നാട്ടിൽ വന്നാലേ കൊടുക്കാൻ കഴിയും. കുഴപ്പമില്ല, നാട്ടിലെ സ്റ്റേഷൻ്റെ നമ്പറിൽ SIക്ക് മെയിൽ ചെയ്താൽ മതി. മെയിൽ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എനിക്കും അയക്കണം. വേറൊന്നും മിണ്ടാതെ മൗനിയായിരുന്നു അവൾ. കുഞ്ഞിൻ്റെ ഫോട്ടോ കിട്ടാൻ സാധ്യതയുണ്ടോ? നൂറ മെഹ്റുവിനോട് ചോദിച്ചു. നിന്റെ വാട്സപ്പ് നോക്ക്, ഞാൻ അയച്ചിട്ടുണ്ട്. മെഹ്റു അയച്ച ഫോട്ടോ നോക്കി നൂറുവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ പൊന്നുമോളെ,
ഏത് ലോകത്തിലായാലും ഉമ്മച്ചി കൊണ്ടുവരും. അവളത് പറയുമ്പോൾ അവളുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. തിളച്ചു നിന്ന നൂറയെ അവൻ ചേർത്ത് പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവളെ, നിന്റെ ഈ ചൂട് എനിക്ക് താങ്ങാൻ കഴിയില്ല. വാരണാസിയിൽ തന്നെ ഒരു ഹോട്ടൽ മുറിയിൽ അവർ എത്തിയിരുന്നു. മെഹ്റുവിനെ തള്ളിമാറ്റി അവൾ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. തണുത്ത വെള്ളം നൂലുപോലെ അവളുടെ ദേഹത്തിലൂടെ ഇഴഞ്ഞിറങ്ങി. കലുഷിതമായ മനസ്സിലെ അപലക്ഷണങ്ങൾ മുഴുവൻ കഴുകിക്കളയണം. ഹൃദയത്തിൽ കയറ്റിവെച്ച കല്ലുപോലുള്ള ഭാരം എടുത്തു കളയണം. പ്രശ്നങ്ങളെല്ലാം മറക്കണം. കുളി കഴിഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങിയപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു മെഹ്റു. ദൂരേക്ക് ജനൽ വഴി നോക്കിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലും കമൻ്റ് ഇടാറുള്ള ഇവന് ഇതെന്തു പറ്റി എന്ന് ആലോചിക്കാതിരുന്നില്ല. പുറകിലൂടെ ചെന്ന് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ചുട്ടുപൊള്ളുന്ന ചുംബനങ്ങളും കെട്ടിപ്പിടിക്കലും ഒന്നും തന്നെ അവനിൽ കണ്ടില്ല. എന്തോ ഒരു മൗനം അവനെ ബാധിച്ചതുപോലെ തോന്നിയിരുന്നു. പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായം കേൾക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫോളോ ചെയ്യുക, കൂടെ കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.